നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡൊമിനിക്കിനെ കുറിച്ചാണ്. മലയാളികൾക്ക് അത്രയൊന്നും പരിചയമില്ലാത്ത, സ്ക്രീനിലധികം കണ്ട് ശീലമില്ലാത്ത ഒരു ഡിറ്റക്റ്റീവ്. ഈ മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രവും വീട്ടിലിരിക്കുന്ന കസേരയും എന്തിന് ഉപയോഗിക്കുന്ന പച്ചക്കറി പോലും ആരെയെങ്കിലും പറ്റിച്ചുണ്ടാക്കിയതാണ്. പണ്ട് പോലീസിലായിരുന്നു. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, അത്യാവശ്യം അഴിമതിയുണ്ട്. കളറുകൾ പലതും മാറിപ്പോകും. അതുകൊണ്ട് കേസന്വേഷണങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിരിച്ചുവിട്ടതാണ്. മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം അസിസ്റ്റന്റിനോട് പറയുന്നത് എനിക്ക് വലിയ ഷുഗറൊന്നുമില്ല, അത്യാവശ്യം ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്നാണ്. എന്നാൽ രാവിലെയും വൈകുന്നേരവും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പോലീസിലായിരുന്നുകൊണ്ട് തന്നെ കുറച്ച് അടിതടയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരാളോ രണ്ടുപേരോ വന്നാൽ അവരെ അടിച്ചിടാനുള്ള വിദ്യയും അറിയാം. എന്നാൽ 4-5 പേര് ഒന്നിച്ചു വന്നു കഴിഞ്ഞാലോ അങ്ങോട്ട് കുറച്ച് അടിയൊക്കെ കൊടുക്കും, എങ്കിലും കൂടുതൽ അടി കിട്ടി താഴെ വീഴാനാണ് സാധ്യത. ദമ്പിടി കിട്ടണം. കാശ് കിട്ടിയാൽ മാത്രമേ എന്ത് പരിപാടിയും ചെയ്യൂ, അല്ലാതെ ഒരു പണിയും പിടിക്കില്ല. ഡൊമിനിക്കിന്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം ഷെർലക് ഹോംസിനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും, നല്ല കോൺസെൻട്രേഷനും ഉണ്ട്. അതുകൊണ്ട് നിഗമനങ്ങളിലേക്കൊക്കെ എത്തും. എന്നാൽ ഈ നിഗമനങ്ങളും പലപ്പോഴും പാളാറുണ്ട്. അങ്ങനെ പാളിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ നിഗമനങ്ങളൊക്കെ 20-30% ഒക്കെ തെറ്റാറുണ്ട് എന്ന് പറഞ്ഞ് കൂളായിട്ട് നടന്നു പോകും. അതുപോലെ മറ്റൊരു പ്രത്യേകത, പൊതുവേ നമ്മൾ കണ്ട് പരിചയിച്ചിരിക്കുന്ന നായകന്മാരുടെ പ്രത്യേകത, ഏതെങ്കിലും ഒരു സംഘടനത്തിൽ കുത്തുകൊണ്ടോ വെടിയുണ്ട കൊണ്ടോ ഒക്കെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വില്ലന്മാരുടെ പുറകെ വിടും. ഇവിടെ അങ്ങനെയല്ല. കുത്തുകൊണ്ട് കിടക്കുമ്പോൾ വില്ലന്റെ പുറകെ പോകുന്ന സഹായിയോട് ഓടി വിളിച്ച് പറയുന്നത് അവർ ആ വഴിക്ക് പോട്ടെ, ഞാനിവിടെ ചത്തുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് പോലീസിനെയോ ആംബുലൻസിനെയോ വിളിച്ച് എന്നെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് സ്ക്രീനിൽ അധികം കണ്ടു പരിചയമില്ലാത്ത, എന്നാൽ ചുറ്റുവട്ടത്ത് നമുക്ക് കണ്ടെത്താവുന്ന അത്തരം മാനറിസങ്ങളുള്ള നല്ലൊരു രസികൻ ഒരു കഥാപാത്രമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലെ മമ്മൂട്ടി ആ കഥാപാത്രത്തെ ഏറ്റവും രസകരമായി, ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡൊമിനിക്കിന്റെ ഒരു കുറ്റാന്വേഷണവും അതിന്റെ ഒരു ട്വിസ്റ്റും അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് എക്സൈറ്റിംഗ് ഒന്നുമല്ല. കാരണം ഈ സിനിമ മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കഥാപാത്രത്തിലാണ്. ഈ കഥാപാത്രത്തിന് ഒരു പരിധിക്കപ്പുറം സ്റ്റൈലിഷ് ആയിട്ട് കേസ് അന്വേഷിക്കാൻ പറ്റില്ല. കയ്യിൽ കാശില്ല. പുള്ളിക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നത് ആർക്കെങ്കിലുമൊക്കെ കൈക്കൂലി കൊടുത്തിട്ടൊക്കെയാണ്. അങ്ങനെ കൊടുക്കാൻ ഒരു ലിമിറ്റിനപ്പുറം പൈസയില്ല. പോലീസുകാരിൽ നിന്ന് ഒരു സഹായവും കിട്ടാറില്ല. എന്തിന് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തുമായിട്ട് ഒരു സംസാരത്തിന് ചെന്നപ്പോൾ വൈകിട്ടായി, നാളെ പോരെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മൂന്നാറിൽ റൂം എടുത്ത് താമസിക്കാൻ ഒരു നിർവാഹവും ഇല്ല, ഇതൊരു ലോ ബഡ്ജറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ സംസാരിച്ചിട്ട് പോയിക്കോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ലിമിറ്റേഷനിൽ നിന്നുള്ള ഒരു അന്വേഷണം മാത്രമേ ഡൊമിനിക്കിന് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അന്വേഷണവും അതിന്റെ എക്സൈറ്റ്മെന്റും പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് ആരും ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെയുള്ളവർക്കും പേടിക്കേണ്ട. ഡൊമിനിക്കിന്റെ യൂട്യൂബ് ചാനലുണ്ട്, ആ ചാനൽ കണ്ടു നോക്കുക. അതിൽ ഈ ചെറിയ കാര്യങ്ങളെ പോലും അദ്ദേഹം അവതരിപ്പിക്കുന്നത് വളരെ വലുതായിട്ടാണ്. ഒരു സാധാരണ പ്രേക്ഷകർ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ തന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഡൊമിനിക്. അതുകൊണ്ട് തന്നെ ഡൊമിനിക് തന്റെ യൂട്യൂബ് ചാനലിൽ കാര്യങ്ങളെല്ലാം ആ രീതിയിൽ അവതരിപ്പിച്ചിട്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറയുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഡൊമിനിക് എന്ന കഥാപാത്രം വളരെ കണക്റ്റായി. മലയാള